നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫീഡ്ബാക്ക് ടോപ്പോളജീസ് ആണ്. ഡിഫറെൻറ്റ് ഫീഡ്ബാക്ക് ടോപ്പോളജീസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം എന്താണ് സാമ്പിളിംഗ്, എന്താണ് മിക്സിംഗ് എന്നുള്ളത് നോക്കാം. സോ വാട്ട് ഈസ് സാമ്പിളിംഗ് ആൻഡ് വാട്ട് ഈസ് മിക്സിംഗ്? സോ ഈ രണ്ട് പ്രോസസ്സ്, ഒരു ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ നടക്കുന്ന ഈ രണ്ട് പ്രോസസ്സ് എന്താണെന്ന് അറിയണം. സോ നമുക്കിവിടെ ഒരു ബ്ലോക്ക് ഡയഗ്രം കാണാം ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ. ഇതിൻ്റെ ഔട്ട്പുട്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഔട്ട്പുട്ട് നമ്മൾ വീണ്ടും ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ്. സോ എ പോർഷൻ ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് അഗെയിൻ ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട് ത്രൂ എ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. സോ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഔട്ട്പുട്ടിൽ നടക്കുന്ന ഈ ഒരു പോർഷൻ ഓഫ് ഔട്ട്പുട്ട് നമ്മൾ വീണ്ടും ഫീഡ്ബാക്കിലേക്ക് കൊടുക്കുന്ന, ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു സാമ്പിളർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ഈസ് അഗെയിൻ ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട് ത്രൂ എ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ദെൻ നമ്മൾ ഇൻപുട്ട് സൈഡിൽ വരുവാണെങ്കിൽ നമ്മുടെ സോഴ്സ് വോൾട്ടേജിനെ നമ്മുടെ ഈ ഫീഡ്ബാക്ക് ഔട്ട്പുട്ടുമായിട്ട് മിക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ മിക്സർ സർക്യൂട്ട്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ നമുക്ക് മിക്സിംഗ് എന്ന് പറയാം. സോ ഇൻപുട്ടിൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് മിക്സിംഗ്. സോ ദിസ് ഈസ് മിക്സിംഗ്. സോ സാമ്പിളിംഗ് ആൻഡ് മിക്സിംഗ്. സോ സാമ്പിളർ സർക്യൂട്ടും ഒരു മിക്സർ സർക്യൂട്ടും നമുക്ക് ഔട്ട്പുട്ടിലും ഇൻപുട്ടിലുമായിട്ട് കാണാം. സോ ഇതാണ് ഈ ഒരു പ്രോസസ്സ് സാമ്പിളിംഗ്. ഇനി നമുക്ക് സാമ്പിളിംഗ് എങ്ങനെയൊക്കെ ചെയ്യാം? നമുക്ക് ഔട്ട്പുട്ടിനെ സാമ്പിൾ ചെയ്യാം, അല്ലെങ്കിൽ വോൾട്ടേജിനെ സാമ്പിൾ ചെയ്യാം, നമുക്കതുപോലെ തന്നെ കറണ്ടിനെയും സാമ്പിളിംഗ് ചെയ്യാം. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്, വോൾട്ടേജ് സാമ്പിളിംഗ് ആൻഡ് കറണ്ട് സാമ്പിളിംഗ്. അതുപോലെ തന്നെ മിക്സിങ്ങും, വോൾട്ടേജ് മിക്സിങ്ങും ഉണ്ട്, കറണ്ട് മിക്സിങ്ങും ഉണ്ട്. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വോൾട്ടേജ് സാമ്പിളിംഗ് എങ്ങനെയാണ്, കറണ്ട് സാമ്പിളിംഗ് എങ്ങനെയാണ്, വോൾട്ടേജ് മിക്സിംഗ് എങ്ങനെയാണ്, കറണ്ട് മിക്സിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഫീഡ്ബാക്ക് ടോപ്പോളജീസും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് സാമ്പിളിംഗ് തന്നെ നോക്കാം. സോ സാമ്പിളിംഗ് തന്നെ രണ്ട് ടൈപ്പ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ വോൾട്ടേജ് സാമ്പിളിംഗ്. സോ വോൾട്ടേജ് സാമ്പിളിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമ്മൾ ഔട്ട്പുട്ട് സൈഡിലാണ് ചെയ്യുന്നത്. സോ ഞാൻ ഔട്ട്പുട്ട് സെക്ഷൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. സോ ദിസ് ഈസ് ദ ആംപ്ലിഫയർ സെക്ഷൻ and this is the feedback section, feedback network. So this is the feedback network and this is the amplifier. So ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് സൈഡിൽ നമ്മളൊരു ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. സോ എ പോർഷൻ ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് അഗെയിൻ ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട് ഓഫ് ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. സോ അതെങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇത് നമുക്ക് വോൾട്ടേജ് സാമ്പിളിംഗ് ഉണ്ട്, കറണ്ട് സാമ്പിളിംഗ്. വോൾട്ടേജ് സാമ്പിളിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വോൾട്ടേജ് സാമ്പിളിംഗ് മീൻസ് നമ്മളിവിടെ ഷണ്ടായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ആ ഒരു ഷണ്ട് കണക്ഷൻ നോക്കുക. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് വി ഔട്ട് ആണെങ്കിൽ ഈ വോൾട്ടേജ് വി ഔട്ട് ആണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. സോ ഈ വി ഔട്ട് ഇതിന് അക്രോസ് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് ഡയറക്റ്റ്ലി അതിനെ ഫീഡ് ചെയ്യുവാണ്. സോ ദിസ് ഇസ് ഇവിടെ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വി ഔട്ട് ആണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് തന്നെയാണ്, വി ഔട്ട് ആണ്. സോ ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് വോൾട്ടേജ് സാമ്പിളിംഗ്. സോ വോൾട്ടേജ് സാമ്പിളിംഗ് നമ്മൾ ചെയ്യുന്നത് ഷണ്ട് കണക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ നമ്മളൊരു ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് ഈ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ടിലേക്ക് വരണമെങ്കിൽ സോ ഈ ഔട്ട്പുട്ടിനെ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഫീഡ്ബാക്കിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. സോ അത് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഷണ്ട് കണക്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് ഷണ്ട് കണക്ഷൻ. സോ നമ്മൾ വോൾട്ടേജ് സാമ്പിളിംഗ് ചെയ്യുന്നത് ഒരു ഷണ്ട് കണക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്കതിനെ ഷണ്ട് സാമ്പിളിംഗ് എന്ന് വേണമെങ്കിലും പറയാം. സോ ദിസ് ഇസ് ഷണ്ട്. സോ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷണ്ട് കണക്ഷനാണ്. സോ ദിസ് ഇസ് വോൾട്ടേജ് സാമ്പിളിംഗ്. ദെൻ നമുക്ക് രണ്ടാമത്തെ നോക്കാം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കറണ്ട് സാമ്പിളിംഗ്. സോ ഔട്ട്പുട്ടിൽ കറണ്ടാണ് നമുക്ക് സാമ്പിളിംഗ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ദിസ് ഇസ് ദ ആംപ്ലിഫയർ സെക്ഷൻ
and this is the feedback section. So ഇവിടെ നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ട്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ശരിക്കും ആ വോൾട്ടേജ് സാമ്പിളിങ്ങിന് ഓപ്പോസിറ്റ് കണക്ഷനാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഷണ്ട് കണക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ കറണ്ടിനെ നമ്മൾ സാമ്പിളിങ് ചെയ്യുന്നത്, അതായത് ദ പോർഷൻ ഓഫ് ദ കറണ്ട് ഈസ് ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട് ഓഫ് ബീറ്റ. നമ്മളിപ്പം ഇവിടെ വി ഔട്ട് ഡയറക്റ്റ്ലി ഇവിടേക്ക് കൊടുത്തേക്കുവാണ്, ആ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് കൊടുത്തേക്കുവാണ്. സോ ഇവിടെ എക്രോസ് ഉള്ള വോൾട്ടേജ്, അതായത് വി ഔട്ട് എന്ന് പറയുന്നത് ഇവിടെയും നമുക്ക് കാണാം. സോ ദാറ്റ് ഈസ് ഷണ്ട് കണക്ഷൻ. നമുക്കത് ഷണ്ട് കണക്ഷൻ വെച്ചിട്ട് ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് സീരീസ് കണക്ഷനാണ്. അതായത് സീരീസ് കണക്ഷൻ മീൻസ് ഇതൊരു 2 പോർട്ട് നെറ്റ്വർക്കാണ്. സോ കറണ്ട് സാമ്പിളിങ് ചെയ്യുമ്പോൾ നമുക്ക് സീരീസ് കണക്ഷനെ യൂസ് ചെയ്യാൻ പറ്റൂ. കാരണം ഞാൻ പറഞ്ഞു ഇതൊരു 2 പോർട്ട് നെറ്റ്വർക്കാണ്. സോ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഈ RLലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, സോ ഇവിടെ ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കുക, ഇതേ ഡയറക്ഷനാണ്. അപ്പോൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്. സോ ഈ ഒരു ഡയറക്ഷൻ നമുക്ക് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് ആയതുകൊണ്ട് ഈ ഒരു ഡയറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ സീരീസ് കണക്ഷൻ വഴിയെ നമുക്ക് ഈ ഒരു വാല്യൂ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. സോ ദിസ് ഇസ് കറണ്ട് സാമ്പിളിങ്. സോ ഇവിടെ കറണ്ട് സാമ്പിളിങ് ആണ്. സോ ഈ ഒരു ഡയറക്ഷൻ നോക്കിയാൽ മതി, കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി. സോ ദിസ് ഇസ് എ 2 പോർട്ട് നെറ്റ്വർക്ക്. സോ ഇവിടെ നമ്മൾ കറണ്ട് ഡയറക്ഷൻ നോക്കുവാണെങ്കിൽ ഇതാണ് ഡയറക്ഷൻ, ഇതേ ഡയറക്ഷൻ. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സീരീസ് കണക്ഷനാണ്. കറണ്ട് സാമ്പിളിങ്ങിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സീരീസ് കണക്ഷനാണ്. സോ നമ്മൾ വോൾട്ടേജ് സാമ്പിളിങ് ചെയ്യുന്നതും കറണ്ട് സാമ്പിളിങ് ചെയ്യുന്നതും നമ്മൾ പഠിച്ചു. സോ വോൾട്ടേജ് സാമ്പിളിങ് ചെയ്യുമ്പോൾ ഈ ഒരു വോൾട്ടേജ് ഇവിടെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഷണ്ട് കണക്ഷനേ പറ്റൂ. കറണ്ട് സാമ്പിളിങ് കണക്ഷൻ പഠിക്കുമ്പോൾ ആ ഒരു 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ ഓർത്താൽ മതി. സോ ദാറ്റ് ക്യാൻ ബി അറ്റൈൻഡ് ഓൺലി ത്രൂ സീരീസ് കണക്ഷൻ. സോ ദിസ് ഈസ് കറണ്ട് സാമ്പിളിങ്. സോ നമ്മൾ കറണ്ട് സാമ്പിളിങ് പഠിച്ചു, വോൾട്ടേജ് സാമ്പിളിങ് പഠിച്ചു. ദെൻ നമുക്ക് അടുത്തത് മിക്സിംഗ് നോക്കാം. നെക്സ്റ്റ് ഈസ് മിക്സിംഗ്. സോ മിക്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് സൈഡിൽ ചെയ്യുന്നതാണ്. അവിടെ നമുക്ക് വോൾട്ടേജ് മിക്സിംഗും ഉണ്ട്, കറണ്ട് മിക്സിംഗും ഉണ്ട്. വോൾട്ടേജ് മിക്സിംഗ് ആൻഡ് നെക്സ്റ്റ് ഈസ് കറണ്ട് മിക്സിംഗ്. സോ നമുക്ക് വോൾട്ടേജിനെയും മിക്സ് ചെയ്യാം, കറണ്ടിനെയും മിക്സ് ചെയ്യാം. സോ അത് കമ്പൈൻ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. വോൾട്ടേജ് സോഴ്സിനെ കമ്പൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കറണ്ട് സോഴ്സസിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. സോ അത് എങ്ങനെയാണ് നോക്കാം. സോ വോൾട്ടേജ് മിക്സിംഗ്. സോ ഇവിടെ നമുക്ക് വോൾട്ടേജിനെയാണ് മിക്സ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഇൻപുട്ടിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. സോ ആദ്യം ആംപ്ലിഫയർ വരയ്ക്കാം. ദിസ് ഇസ് ആംപ്ലിഫയർ സ്റ്റേജ് ആൻഡ് ദിസ് ഇസ് ദ ഫീഡ്ബാക്ക് യൂണിറ്റ്. ആംപ്ലിഫയർ ആൻഡ് ദിസ് ഇസ് ദ ഫീഡ്ബാക്ക് യൂണിറ്റ്. ഇവിടെ നമ്മൾ ഇൻപുട്ട് സൈഡാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്കുള്ളത് വോൾട്ടേജിനെയാണ് മിക്സ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ദെൻ വോൾട്ടേജ് സോഴ്സിൻ്റെ സീരീസ് ആയിട്ടൊരു സീരീസ് റെസിസ്റ്റൻസും ഉണ്ട്. സോ ഇതാണ് ആംപ്ലിഫയറിൻ്റെ സ്റ്റേജിൽ. നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഇതാണ്. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് VF ആണ്, ഫീഡ്ബാക്ക് ഔട്ട്പുട്ട്. സോ ദിസ് ഈസ് VF. ഇവിടെ എനിക്ക് മിക്സ് ചെയ്യേണ്ടത് വോൾട്ടേജിനെയാണ്. സോ വോൾട്ടേജിനെ മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യണം. സോ വോൾട്ടേജിനെ മിക്സ് ചെയ്യാൻ നമ്മളിവിടെ ഇതിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. സോ ഈ ഒരു കണക്ഷൻ നമ്മൾ സീരീസ് ആയിട്ട് ചെയ്യുക. സോ this is connected in series. So ഇവിടെ പ്ലസ് മൈനസ് VF ആണെങ്കിൽ നമുക്കറിയാം ദിസ് ഇസ് മൈനസ് പ്ലസ് VF. സോ ഇവിടെ VF. സോ ഈ വോൾട്ടേജ് സോഴ്സസിനെ തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ഇൻപുട്ടിലേക്ക്, അതായത് VI ആയിട്ട് നമുക്ക്
കിട്ടുന്നത്. സോ വി എസും വി എഫും കൂടെ ഇവിടെ ഈ ഒരു വി എസും ഈ ഒരു വി എഫ് വാല്യൂയും കൂടെ ശരിക്കും സം ചെയ്യുവാണ്, അല്ലെങ്കിൽ അഡീഷനാണ്. സോ ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് വോൾട്ടേജ് മിക്സിംഗ്. സോ വോൾട്ടേജസിനെ തമ്മിൽ എനിക്ക് ആഡ് ചെയ്യണം. സോ ആഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും സീരീസ് കണക്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ വോൾട്ടേജ് മിക്സിംഗ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സീരീസ് കണക്ഷനാണ്. വി എസ് പ്ലസ് ഓർ മൈനസ് വി എഫ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഡിപ്പെൻഡിങ് അപ്പോൾ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫീഡ്ബാക്ക്. സോ വി എസും വി എഫൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ സീരീസ് കണക്ഷൻ വേണം യൂസ് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് വോൾട്ടേജ് മിക്സിംഗ്. സോ മിക്സിങ് ഇൻപുട്ട് സൈഡിലാണ്. സോ ആ ഇൻപുട്ട് സൈഡിൽ വോൾട്ടേജ് മിക്സിംഗ് ചെയ്യുമ്പോൾ നമ്മൾ സീരീസ്, അല്ലെങ്കിൽ നമ്മളിതിനെ സീരീസ് മിക്സിംഗ് എന്നും പറയാം, കാരണം ഇത് സീരീസ് കണക്ഷനാണ്. സോ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് സീരീസ് മിക്സിംഗ്. ദെൻ നമ്മൾ കറണ്ട് മിക്സിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ ദിസ് ഈസ് ദ ആംപ്ലിഫയർ സ്റ്റേജ്. So this is the amplifier and this is the feedback network. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കറണ്ട് സോഴ്സ് ആണുള്ളത്, കറണ്ടിനെയാണ് മിക്സ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് ദ കറണ്ട് സോഴ്സ്. So this is current source. So RS is in parallel with the current source. വോൾട്ടേജ് സോഴ്സിന് പകരം നമ്മൾ കറണ്ട് സോഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഐ എസ്. സോ നമുക്കറിയാം റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ടിനെ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്കിവിടെ പാരൽ കണക്ഷനാണ്. സോ പാരൽ കണക്ഷൻ മീൻസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഷണ്ട് കണക്ഷനാണ്. സോ ഷണ്ട് കണക്ഷൻ മീൻസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കറണ്ട് മിക്സിംഗ് എന്ന് പറയുന്നത് ഷണ്ട് കണക്ഷനാണ്. സോ ഷണ്ട് കണക്ഷൻ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെയാണ്. So through shunt connection we can achieve the current mixing. So ഇവിടെ കറണ്ടിനെ മിക്സിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജിനെ മിക്സിങ് ചെയ്യുന്ന നമ്മൾ വോൾട്ടേജിനെ തമ്മിൽ ആഡ് ചെയ്യുന്നു. ഇവിടെ കറണ്ടിനെ തമ്മിൽ ആഡ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ അപ്പോൾ നമ്മളൊരു സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ പാരൽ കണക്ഷൻ വഴിയാണ് നമുക്ക്. സോ ദിസ് ഇസ് ദ കറണ്ട് സോഴ്സ്. ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് ഞാനിങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണ്. സോ പാരൽ കണക്ഷൻ വഴിയാണ് നമുക്ക് കറണ്ട്സിനെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ കറണ്ട് ഐ എസ് ആണെങ്കിൽ and this current is I1 I2. So this IS is equal to I1 plus I2. So through parallel connection അല്ലെങ്കിൽ ഷണ്ട് കണക്ഷൻ വഴിയാണ് നമുക്ക് മിക്സിങ് അല്ലെങ്കിൽ ഇവിടെ അഡീഷൻ കറണ്ടിനെ ആഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കറണ്ട് മിക്സിങ്ങിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഷണ്ട് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഷണ്ട് സർക്യൂട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് മിക്സിംഗ് പോസിബിൾ ആണ്. സോ ഇൻപുട്ട് സൈഡിൽ നടക്കുന്ന രണ്ട് പ്രോസസ്സാണ് വോൾട്ടേജ് മിക്സിംഗ് അല്ലെങ്കിൽ കറണ്ട് മിക്സിംഗ്. കറണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഷണ്ട് കണക്ഷൻ, വോൾട്ടേജ് ആണ് മിക്സ് ചെയ്യേണ്ടതെങ്കിൽ അതിനെ നമ്മൾ സീരീസ് കണക്ഷനായിട്ടാണ് പറയും. സോ ദിസ് ഇസ് സീരീസ് മിക്സിംഗ്, ദിസ് ഇസ് ഷണ്ട് മിക്സിംഗ്. സോ നമ്മൾ ആ ഒരു മിക്സിങ്ങിൻ്റെയും സാമ്പിളിങ്ങിൻ്റെയും കേസസ് പഠിച്ചു. വോൾട്ടേജിനെയും സാമ്പിളിങ് ചെയ്യാം, കറണ്ടിനെയും സാമ്പിൾ ചെയ്യാം, വോൾട്ടേജിനെ മിക്സ് ചെയ്യാം, കറണ്ടിനെയും മിക്സിങ് ചെയ്യാം. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ 4 ഡിഫറെൻറ്റ് ടോപ്പോളജീസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഡിഫറെൻറ്റ് ടോപ്പോളജീസ് ആർ So the different topologies are, first one voltage series topology, then second one voltage shunt topology, then third one is current series topology, then the fourth one is current shunt topology. സോ ഇങ്ങനെയാണ് ആ ഡിഫറെൻറ്റ് ടോപ്പോളജീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്, വോൾട്ടേജ് സീരീസും വോൾട്ടേജ് ഷണ്ട് ടോപ്പോളജിയും. സോ നമുക്ക് ഈ 4 കേസസും ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ സാമ്പിളിങ് എങ്ങനെയാണ്, അതുപോലെ തന്നെ മിക്സിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം, ഈ 4 ഡിഫറെൻറ്റ് ടോപ്പോളജീസിൻ്റെയും. അതിൽ നമുക്ക് ഫസ്റ്റ് വൺ വോൾട്ടേജ് സീരീസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പോളജി ഈസ് വോൾട്ടേജ് സീരീസ് ടോപ്പോളജി.
സോ ഈ വോൾട്ടേജ് സീരീസ് ടോപ്പോളജി മീൻസ്, സോ വോൾട്ടേജ് സീരീസ് ടോപ്പോളജി മീൻസ് ഇത് നമ്മുടെ ഔട്ട്പുട്ടാണ്. സോ ദിസ് ഈസ് ഔട്ട്പുട്ട് ആൻഡ് ദിസ് ഈസ് ഇൻപുട്ട്. സോ ഔട്ട്പുട്ട് സൈഡിൽ നടക്കുന്നത് സാമ്പിളിംഗ് ആണ്. സോ ഔട്ട്പുട്ട് സൈഡിൽ നടക്കുന്നത് സാമ്പിളിങ്ങും ഇൻപുട്ട് സൈഡിൽ നടക്കുന്നത് മിക്സിങ്ങുമാണ്. സോ വി ക്യാൻ സേ ദിസ് ഈസ് വോൾട്ടേജ് സാമ്പിളിംഗ് പ്ലസ് ദെൻ ഇൻപുട്ട് സൈഡിൽ നടക്കുന്നത് മിക്സിംഗ് ആണ്. സോ ദിസ് ഈസ് സീരീസ് മിക്സിംഗ്. സോ ആദ്യം നമുക്ക് ആ ഒരു വോൾട്ടേജ് സീരീസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. സോ ഔട്ട്പുട്ട് സൈഡ് ആൻഡ് ഇൻപുട്ട് സൈഡ്. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ആണ്, വോൾട്ടേജ് സാമ്പിളിംഗ്. ഇൻപുട്ടിൽ സീരീസ് ആണ്, സോ സീരീസ് മിക്സിംഗ്. സോ നമ്മൾ വീണ്ടും പഠിച്ചിട്ടുണ്ട് വോൾട്ടേജ് സാമ്പിളിംഗ്, അതേപോലെ തന്നെ സീരീസ് മിക്സിംഗ്. സോ ഇതിനെയും എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്, സീരീസ് ആയിട്ട് മിക്സ് ചെയ്യുന്ന എന്തിനെയാണെന്ന് നമുക്കറിയാം. സീരീസ് ആയിട്ട് മിക്സ് ചെയ്യുന്നത് നമ്മൾ വോൾട്ടേജിനെയാണ്. സോ വോൾട്ടേജ് ആണ് ഇവിടെ മിക്സിംഗ്, ഇവിടെ സാമ്പിളിംഗ് ചെയ്യുന്നതും വോൾട്ടേജ് ആണ്. സോ ഈ ഒരു ടോപ്പോളജിയെ നമുക്ക് വേണമെങ്കിൽ വോൾട്ടേജിനെ സാമ്പിൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഷണ്ടായിട്ടാണ്. സോ ദിസ് ഈസ് ഷണ്ട് സാമ്പിളിംഗ് and this is series mixing. So this is a shunt series topology. So outputൽ ഷണ്ടും ഇൻപുട്ടിൽ സീരീസുമാണ്. ഔട്ട്പുട്ടിൽ ഷണ്ടായിട്ട് ചെയ്യുന്നത് വോൾട്ടേജിനെയാണ്, ഇൻപുട്ടിൽ സീരീസ് ആയിട്ട് ചെയ്യുന്നതും വോൾട്ടേജിനെയാണ്. സോ ഇതൊരു വോൾട്ടേജ് സൈഡിൽ, രണ്ട് സൈഡിലും വോൾട്ടേജ് വരുന്ന കണക്ഷനാണ്. സോ നമ്മൾ സാമ്പിളിങ്ങും മിക്സിങ്ങും ചെയ്യുന്നത് നമുക്കറിയാം. സോ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു ടോപ്പോളജി, ഫീഡ്ബാക്ക് സർക്യൂട്ട് നമുക്കത് വരയ്ക്കാൻ പറ്റുന്നതാണ്. സോ ദിസ് ഇസ് ദ ആംപ്ലിഫയർ. ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ നോക്കുക, നമുക്കിവിടെ സാമ്പിളിംഗ് ചെയ്യേണ്ടത് ഷണ്ട് സാമ്പിളിംഗ് ആണ്. ഷണ്ട് സാമ്പിളിംഗ് മീൻസ് നമ്മളിവിടെ വോൾട്ടേജിനെയാണ് സാമ്പിളിംഗ് ചെയ്യുന്നത്. സോ വോൾട്ടേജിനെ സാമ്പിളിംഗ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. സോ ദിസ് ഇസ് നെറ്റ്വർക്ക്, ബീറ്റ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. സോ ഇവിടെ ഷണ്ടായിട്ടാണ് സാമ്പിളിംഗ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് ദ സാമ്പിളിംഗ് സർക്യൂട്ട് ആൻഡ് ദിസ് ഇസ് ഷണ്ട് സാമ്പിളിംഗ്. ആൻഡ് നമുക്ക് സീരീസ് മിക്സിംഗ് ആണ് വേണ്ടത്. സീരീസ് മിക്സിംഗ് മീൻസ് വോൾട്ടേജിനെയാണ് മിക്സ് ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് വേണം, ഇവിടെ ഒരു സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്, ദെൻ ഇതിനെ നമ്മൾ സീരീസ് ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. സോ സീരീസ് കണക്ഷൻ മീൻസ് ഈ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് സീരീസ് മിക്സിംഗ്. സോ ഇവിടെ വി എഫ് നമുക്കറിയാം, ഇത് വി ഔട്ട് ആണ്. ദിസ് ഈസ് വി ഔട്ട് ആണ്. ഈ വാല്യൂ എന്ന് പറയുന്നത് വി എഫ് ആണ്. വി എഫ് ഈസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് വി ഔട്ട് ആണ്. സോ ഈ വാല്യൂ ആണ് ഇവിടെ നമ്മൾ മിക്സിംഗ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് സീരീസ് മിക്സിംഗ് ആൻഡ് ദിസ് ഈസ് ഷണ്ട് സാമ്പിളിംഗ്. സോ ദിസ് ടോപ്പോളജി ഷണ്ട് സീരീസ് ടോപ്പോളജി എന്ന് പറയും. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ മിക്സ് ചെയ്യുന്നത് വോൾട്ടേജിനെയാണ്, ഇവിടെ നമ്മൾ സാമ്പിൾ ചെയ്യുന്നത് വോൾട്ടേജിനാണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ്. സോ ദിസ് ആംപ്ലിഫയർ വിൽ ബി എ വോൾട്ടേജ് ആംപ്ലിഫയർ. സോ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും വോൾട്ടേജ് ആയതുകൊണ്ട് നമുക്കിതിനെ വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് നമുക്ക് പറയാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പോളജി, ദാറ്റ് ഈസ് വോൾട്ടേജ് സീരീസ് ടോപ്പോളജി. സോ നമുക്ക് ആ സാമ്പിളിങ്ങും മിക്സിങ്ങും ആ ഒരു കൺസെപ്റ്റ് നമുക്ക് അറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സർക്യൂട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ദെൻ നമുക്ക് അടുത്ത ടോപ്പോളജിയിലേക്ക് പോവാം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വോൾട്ടേജ് ഷണ്ട് ടോപ്പോളജി. സോ വോൾട്ടേജ് ഷണ്ട് ടോപ്പോളജിയാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ ആംപ്ലിഫയർ സെക്ഷൻ and this is the feedback section. So നമുക്കത് വരയ്ക്കുന്നതിന് മുമ്പ് ആ ഒരു കേസസ് നോക്കാം. ദിസ് ഈസ് വോൾട്ടേജ് ഷണ്ട് ടോപ്പോളജി. സോ ദിസ് ഈസ് ദ
ഔട്ട്പുട്ട് സൈഡ് ആൻഡ് ദിസ് ഇസ് ദ ഇൻപുട്ട് സൈഡ്. സോ ഇവിടെ ഔട്ട്പുട്ടിൽ നമ്മൾ വോൾട്ടേജിനെയാണ് സാമ്പിളിങ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ വോൾട്ടേജ് സാമ്പിളിങ്. ഇൻപുട്ടിൽ ഷണ്ടാണ് കണക്ഷൻ, ഇൻപുട്ടിൽ ഷണ്ട് മിക്സിങ് എന്ന് പറയാം. ഇൻപുട്ടിൽ മിക്സിംഗ് ആണ്, സോ ഷണ്ട് മിക്സിങ്. സോ വോൾട്ടേജിനെ സാമ്പിളിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഷണ്ട് കണക്ഷൻ. സോ ദിസ് ഈസ് ഷണ്ട് മിക്സിങ്, സോറി ഷണ്ട് സാമ്പിളിങ്. ഔട്ട്പുട്ടിൽ നമ്മൾ ഷണ്ട് മിക്സിംഗ് ആണ്, സോ ഷണ്ട് മിക്സിംഗ്. സോ ഷണ്ട് സാമ്പിളിങ്, ഷണ്ട് മിക്സിംഗ്, ഇതാണ് നമ്മുടെ ഷണ്ട് ടോപ്പോളജി എന്നും നമ്മളിതിനെ പറയും. വോൾട്ടേജ് ഷണ്ട് മീൻസ്, സോ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം ഇത് ഏത് ടോപ്പോളജിയാണ്. സോ ദിസ് ഇസ് നോൺ ആസ് ഷണ്ട് ടോപ്പോളജി. സോ നമുക്ക് പാരലാണ്, രണ്ടും പാരലാണ്, സാമ്പിളിങ്ങും മിക്സിങ്ങും പാരലാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. സോ ദിസ് ഇസ് ദ ആംപ്ലിഫയർ സെക്ഷൻ. സോ നമുക്ക് ഔട്ട്പുട്ട് ആദ്യം വരയ്ക്കാം. ഔട്ട്പുട്ടിൽ നമുക്ക് ഷണ്ട് കണക്ഷനാണ്, ഇൻപുട്ടിൽ നമുക്ക് ഷണ്ട് കണക്ഷനാണ്. സോ ഔട്ട്പുട്ടിൽ ഷണ്ട് കണക്ഷൻ ഞാൻ വരച്ചു. സോ ഷണ്ട് മീൻസ് വോൾട്ടേജിനെയാണ് സാമ്പിളിങ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഷണ്ട് കണക്ഷൻ, വോൾട്ടേജിനെയാണ് സാമ്പിളിങ് ചെയ്യുന്നത്. സോ ഈ വോൾട്ടേജ് വി ഔട്ട് ആണ്. സോ ദിസ് ഈസ് ലോഡ് റെസിസ്റ്റൻസ്. സോ നമ്മൾ ഷണ്ട് സാമ്പിളിങ് ചെയ്തു. ദെൻ അടുത്തത് ഷണ്ട് മിക്സിംഗ് ആണ്. സോ അവിടെ കറണ്ട് മിക്സിംഗ് ആണ്, കറണ്ട് സോഴ്സ് ആണ് വരയ്ക്കേണ്ടത്. സോ കറണ്ട് സോഴ്സ് വരച്ചു. IS RS പാരലാണ്. ദെൻ ഇവിടെയും ഷണ്ട് കണക്ഷനാണ്. സോ ഷണ്ട് കണക്ഷൻ മീൻസ് ദിസ് ഈസ് കണക്റ്റഡ് ടു this. So this is the shunt connection. So ഇവിടെ നോക്കുക, ഷണ്ട് മിക്സിംഗ് ആൻഡ് ഷണ്ട് സാമ്പിളിംഗ്, അല്ലെങ്കിൽ വോൾട്ടേജ് ആണ്, ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ആണ്, ഇൻപുട്ടിൽ കറണ്ടാണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് കറണ്ടും വന്നു കഴിഞ്ഞാൽ ദിസ് ആംപ്ലിഫയർ ക്യാൻ ബി നെയിംഡ് ആസ് ട്രാൻസ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ആംപ്ലിഫയർ. ഔട്ട്പുട്ടിൽ വോൾട്ടേജും ഇൻപുട്ടിൽ കറണ്ടും V/I. സോ ദിസ് ഇസ് ട്രാൻസ് റെസിസ്റ്റൻസ് ആംപ്ലിഫയർ. സോ ഇവിടുത്തെ മിക്സിംഗ് നോക്കുക, വോൾട്ടേജാണ് കറണ്ടിനെയാണ് മിക്സ് ചെയ്യുന്നത്, വോൾട്ടേജിനെയാണ് സാമ്പിളിങ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഷണ്ട് സാമ്പിളിങ്, ഷണ്ട് സാമ്പിളിങ്ങും ഷണ്ട് മിക്സിങ്. സോ ഷണ്ട് ടോപ്പോളജി നമുക്ക് പറയാം. ഇതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ നമുക്ക് നോക്കാം. അടുത്തത് കറണ്ടാണ്. സോ വോൾട്ടേജ് കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് കറണ്ട് സീരീസ് ടോപ്പോളജി. കറണ്ട് സീരീസ് ടോപ്പോളജി. സോ കറണ്ട് സീരീസ് ടോപ്പോളജി നമ്മൾ പറയുവാണെങ്കിൽ നമുക്കിവിടെ കറണ്ട് ഉണ്ട്, സീരീസ് ഉണ്ട്. സോ ഇവിടെ കറണ്ട് എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്, സീരീസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട് എന്ന് പറയാം. സോ ഔട്ട്പുട്ട് കറണ്ട് സാമ്പിളിംഗ് ആണ്, ഔട്ട്പുട്ട് കറണ്ട് സാമ്പിളിംഗ്. ദെൻ ഇൻപുട്ട് എന്ന് പറയുന്നത് സീരീസ് മിക്സിംഗ് ആണ്. സോ നമുക്കറിയാം കറണ്ട് സാമ്പിളിംഗ് ആണെങ്കിൽ, കറണ്ടിനെയാണ് സാമ്പിളിംഗ് ചെയ്യേണ്ടതെങ്കിൽ ദാറ്റ് ഷുഡ് ബി സീരീസ്. So this is series sampling and series mixing. So രണ്ടും സീരീസ് ആണ്. സോ ഔട്ട്പുട്ടിൽ സീരീസ് സാമ്പിളിംഗ് മീൻസ് കറണ്ടാണ്, സീരീസ് മിക്സിംഗ് എന്ന് വെച്ചാൽ വോൾട്ടേജ് ആണ്. സോ അത് വെച്ചിട്ട് നമ്മൾ സീരീസ് ആണ്, രണ്ട് സൈഡിലും സീരീസ് ആയിട്ടാണ്. സോ നമുക്ക് ആ ഒരു ആംപ്ലിഫയറിനെ വരയ്ക്കാം. സോ ദിസ് ഈസ് ദ ആംപ്ലിഫയർ യൂണിറ്റ്, ദിസ് ഈസ് ദ ലോഡ് റെസിസ്റ്റൻസ്. ഇവിടെ സീരീസ് കണക്ഷൻ ആണ്. ആൻഡ് ദിസ് ഇസ് ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. സോ ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്.
ഇവിടെയും സീരീസ് ആണ്. സോ ഇവിടെ ഞാൻ സീരീസ് കണക്ഷൻ ചെയ്തു. സീരീസ് കണക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് സീരീസ് കണക്ഷൻ. സോ ദിസ് ഈസ് വി ഔട്ട്. സോ ഇവിടെ നമുക്കറിയാം കറണ്ടാണ്. സോ ഈ കറണ്ടിനെ നമ്മൾ കണക്ട് ചെയ്തു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ദിസ് ഇസ് എ ലോഡ് റെസിസ്റ്റൻസ്. ഇവിടെ നമുക്ക് വോൾട്ടേജിനെയാണ് മിക്സ് ചെയ്യേണ്ടത്. സീരീസ് മിക്സിങ് മീൻസ് വോൾട്ടേജ് ആണ്. സോ ദിസ് ഈസ് വി എസ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ആർ എസ്. സീരീസ് മിക്സിംഗ് ആണ്. സോ ദിസ് ഈസ് കണക്റ്റഡ് ടു ദിസ്, ദിസ് ഈസ് കണക്റ്റഡ് ടു ദിസ്. സോ ഇതാണ് വി എഫ്. ഇവിടെ മിക്സ് ചെയ്യുന്നത് വോൾട്ടേജ് സോഴ്സിനെയാണ് മിക്സ് ചെയ്യുന്നതാണ് സീരീസ് മിക്സിംഗ് എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും സീരീസ് ആണ്. സോ ഇവിടെ വരുന്നത് കറണ്ടാണ്, ഇവിടെ വരുന്നത് വോൾട്ടേജ് ആണ്. ഔട്ട്പുട്ട് സൈഡിൽ കറണ്ടും ഇൻപുട്ട് സൈഡിൽ വോൾട്ടേജും ആണെങ്കിൽ സോ ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ട്രാൻസ് കണ്ടക്റ്റൻസ് ആംപ്ലിഫയർ. കാരണം ഔട്ട്പുട്ടിൽ കറണ്ടാണ്, ഇൻപുട്ടിൽ വോൾട്ടേജ് ആണ്. സോ ദിസ് ഇസ് കണ്ടക്റ്റൻസ്, ട്രാൻസ് കണ്ടക്റ്റൻസ് ആംപ്ലിഫയർ. നേരത്തേത് ട്രാൻസ് റെസിസ്റ്റൻസ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞതുപോലെ തന്നെ. സോ ദിസ് ഇസ് ബീറ്റ മീൻസ് ദാറ്റ് ഇസ് എ ഫീഡ്ബാക്ക് സർക്യൂട്ട്. സോ നമുക്ക് ഫോർത്ത് ടോപ്പോളജിയിലേക്ക് പോവാം. സോ ഫോർത്ത് വൺ ഈസ് കറണ്ട് ഷണ്ട് ടോപ്പോളജി. So current shunt topology means output current ആണ്, input shunt connection ആണ്. So this is the output and this is the input side. So output നോക്കുകയാണെങ്കിൽ നമുക്ക് current ആണ്. So current sampling input എന്ന് പറയുന്നത് shunt mixing ആണ്. സോ ഔട്ട്പുട്ട് കറണ്ടാണ്, ഔട്ട്പുട്ട് കറണ്ട് സാമ്പിളിംഗ് ആണ്. കറണ്ട് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സീരീസ് ആണ്. സോ ദിസ് ഈസ് സീരീസ് സാമ്പിളിംഗ് ആൻഡ് സോ ദിസ് ഈസ് കറണ്ട് സാമ്പിളിംഗ് പ്ലസ് ഷണ്ട് മിക്സിംഗ്. സോ ഓൾസോ നോൺ ആസ് സീരീസ് സാമ്പിളിംഗ് പ്ലസ് ഷണ്ട് മിക്സിംഗ്. സോ ദിസ് ഈസ് സീരീസ് ഷണ്ട് ടോപ്പോളജി. ഇതൊരു സീരീസ് ഷണ്ട് ടോപ്പോളജിയാണ്. സീരീസ് സാമ്പിളിങ്ങും ഷണ്ട് മിക്സിങ്ങും വരുന്ന ടോപ്പോളജിയാണ്. സോ നമുക്ക് വരയ്ക്കാം. ഇത് നമ്മുടെ ആംപ്ലിഫയർ യൂണിറ്റ് ആണ്. സോ ദിസ് ഇസ് ദ ഔട്ട്പുട്ട് സൈഡ്. ഔട്ട്പുട്ട് സൈഡ് നോക്കുവാണെങ്കിൽ ഔട്ട്പുട്ട് സൈഡ് നമുക്ക് സീരീസ് സാമ്പിളിംഗ് ആണ്. സീരീസ് സാമ്പിളിംഗ് മീൻസ് കറണ്ട് ആണ്. സോ ദിസ് ഇസ് ദ ലോഡ് റെസിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ ബീറ്റ നെറ്റ്വർക്ക്. സോ ഇവിടെ ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, കാരണം സീരീസ് സാമ്പിളിംഗ് ആണ് RL. സോ ദിസ് ഇസ് സീരീസ് സാമ്പിളിംഗ്, കറണ്ടാണ്. ഇവിടെ വരുമ്പോൾ ഷണ്ട് മിക്സിംഗ് ആണ്. ഷണ്ട് മിക്സിംഗ് മീൻസ് അവിടെയും കറണ്ടാണ്. IS RS ഷണ്ട് കണക്ഷനാണ്. സോ ദിസ് ഇസ് ദ ഷണ്ട് കണക്ഷൻ. നമുക്ക് വരയ്ക്കാം. ഇതാണ് ഷണ്ട് കണക്ഷൻ. സോ ദിസ് ഇസ് ദ ഷണ്ട് കണക്ഷൻ. ഇത് RS. സോ ഇൻപുട്ടിൽ കറണ്ട്, ഔട്ട്പുട്ടിലും കറണ്ടാണ്. ഇവിടെ സീരീസ് സാമ്പിളിങ്ങും ഷണ്ട് മിക്സിങ്ങുമാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഔട്ട്പുട്ടിലും ഇൻപുട്ടിലും കറണ്ട് വന്നാൽ സോ ദിസ് ആംപ്ലിഫയർ ഈസ് നോൺ ആസ് എ കറണ്ട് ആംപ്ലിഫയർ. സോ ഈ രീതിയിലാണ് നമ്മൾ 4 ടോപ്പോളജീസും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ടോപ്പോളജിയുടെയും ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എങ്ങനെ വരുമെന്ന് നോക്കാം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടോപ്പോളജി, അതായത് വോൾട്ടേജ് സീരീസ് ടോപ്പോളജി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഒന്ന് നോക്കാം. ഇൻപുട്ട് നമ്മളിവിടെ സീരീസ് മിക്സിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത്.
സീരീസ് മിക്സിംഗ് ആയതുകൊണ്ട് നമ്മുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ദെൻ ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഷണ്ടാണ്. സോ ദിസ് ഈസ് സീരീസ്. ഇൻപുട്ട് സീരീസ് ആണ്, ഔട്ട്പുട്ട് ഷണ്ട് കണക്ഷനുമാണ്. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഷണ്ട് കണക്ഷൻ ആയതുകൊണ്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ലോ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസസ് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ആ കണക്ഷൻ വെച്ചിട്ടാണ്. സീരീസ് ഇവിടെ ഷണ്ടും ആയതുകൊണ്ട് സീരീസ് കണക്ഷന് ഹൈയും ഷണ്ട് കണക്ഷന് ലോ ആയിരിക്കും. സോ ഈ രീതിയിൽ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത കേസ് നോക്കുവാണെങ്കിൽ, അടുത്ത ടോപ്പോളജി നമ്മൾ നോക്കുവാണെങ്കിൽ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻപുട്ട് സൈഡ് രണ്ടും ഷണ്ടാണ്. ഇൻപുട്ട് സൈഡും ഔട്ട്പുട്ട് സൈഡും നമുക്ക് ഷണ്ട് കണക്ഷനാണ്. സോ ഷണ്ട് കണക്ഷൻ മീൻസ് ലോ റെസിസ്റ്റൻസ്. സോ ബോത്ത് ആർ ലോ ബിക്കോസ് ബോത്ത് ആർ ഷണ്ട്. സോ ഷണ്ട് ആയതുകൊണ്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസസ്. സോ ഷണ്ട് ടോപ്പോളജിയാണിത്. ദെൻ തേർഡ് ടോപ്പോളജി നോക്കുവാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സീരീസും ഇൻപുട്ട് എന്ന് പറയുന്നതും സീരീസാണ്. സോ ആർ ഐയും ആർ ഔട്ടും സീരീസാണ്. സോ ഇവിടെ രണ്ട് കേസസിലും ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ് ബിക്കോസ് ബോത്ത് ആർ സീരീസ് കണക്ഷൻസ്. സീരീസ് ടോപ്പോളജി ആയതുകൊണ്ട് രണ്ടും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദെൻ ഫോർത്ത് ടോപ്പോളജി നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഫോർത്ത് ടോപ്പോളജി ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത് ഷണ്ടാണ്. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ലോ ആയിരിക്കും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ സീരീസ് കണക്ഷനാണ്. സോ ദിസ് ഈസ് ഹൈ. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഹൈ ആണ്. ഷണ്ട് കണക്ഷനാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. സോ ഇറ്റ് ഈസ് ലോ. സോ ഇതാണ് 4 ടോപ്പോളജിയുടെയും കേസസിലുള്ള ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. സോ നമ്മൾ ഫീഡ്ബാക്ക് ടോപ്പോളജി, അതിൻ്റെ സാമ്പിളിംഗ് എന്താണ്, അതിൻ്റെ മിക്സിംഗ് പ്രോസസ്സ് എന്താണ്, എങ്ങനെയൊക്കെ സാമ്പിൾ ചെയ്യാം, എങ്ങനെയൊക്കെ മിക്സ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടോപ്പോളജീസും പഠിക്കാനുണ്ട്. അതായത് വോൾട്ടേജും കറണ്ട് ടോപ്പോളജീസ്, വോൾട്ടേജ് സീരീസ്, വോൾട്ടേജ് ഷണ്ട് ടോപ്പോളജീസിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.